ക്യാപിറ്റൽ പനിഷ്മെന്റ് നൽകണമെന്ന് പാർട്ടി സമ്മേളനത്തിൽ പ്രസംഗിച്ച ചെറുപ്പക്കാരന് പെട്ടെന്ന് ഉന്നത പദവികളിലെത്താൻ കഴിഞ്ഞെന്ന് സമ്മേളന പ്രതിനിധിയായിരുന്ന മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം പിരപ്പൻകോട് മുരളി തുറന്നു പറയുകയാണ്. അച്യുതാനന്ദനെ ക്യാപിറ്റൽ പനിഷ്മെന്റ് നടത്തണം എന്നുള്ള തരത്തിൽ ക്രൂശിക്കാനുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ന് വിളിക്കുന്നുണ്ട്. നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ്. ആരാരിക്കുളത്ത് ജയിച്ചത് എന്റെ മിടുക്കൊന്നുമല്ല, നിങ്ങളുടെ നേതാക്കന്മാർ എന്നെ സഹായിച്ചതുകൊണ്ടാണ്. എന്നിട്ട് ആരൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്തതെന്നൊക്കെ എന്നോട് വിശദമായി പറഞ്ഞു. 2 കേന്ദ്ര കമ്മിറ്റി മെമ്പർമാർ, ഒരു സംസ്ഥാന കമ്മിറ്റി മെമ്പർ, ടി.കെ. പളനിയെ പോലെ ചില ആളുകളെ മാത്രം നടപടിയെടുത്ത് മറ്റു പലരെയും രക്ഷപ്പെടുത്തുകയാണ് ചെയ്തത്. അത് പിന്നെ പാർട്ടിക്ക് തെറ്റ് പറ്റിയതാണ്. തെറ്റ് പറ്റിയാൽ 30 or 40 വർഷം കഴിഞ്ഞാലും പാർട്ടി അത് തിരുത്താറുണ്ടല്ലോ. 2016 ആദ്യ ടൈമിലെങ്കിലും VS-നെ മുഖ്യമന്ത്രിയാക്കണമെന്ന് വാദിച്ചതിന്റെ പേരിലാണ് പിന്നീട് തന്നെ ഒരു കമ്മിറ്റിയിലും ഉൾപ്പെടുത്താതിരുന്നത്. ഒരു 6 മാസക്കാലമെങ്കിലും VS-നെ മുഖ്യമന്ത്രിയാക്കണം എന്ന് ഒരാവശ്യം ഉന്നയിച്ചു. മറ്റു പലരും താല്പര്യമുള്ളവരുണ്ടായിരുന്നെങ്കിൽ ആരും ഒന്നും മിണ്ടിയില്ല. എന്നോട് പലരും പറഞ്ഞു, എന്തബദ്ധമാണ് പറഞ്ഞത്, ഇനി ഈ കമ്മിറ്റിയിൽ ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞു. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. ജി സുധാകരൻ തന്നെ പറഞ്ഞത് 5 നിയോജകമണ്ഡലങ്ങളിൽ ബോധപൂർവം നമ്മളെ സ്ഥാനാർത്ഥികളെ പാർട്ടി തോൽപ്പിച്ചു എന്നാണ്. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം. ഈ സമയത്ത് നമ്മളെ കുത്താൻ വേറെ ആരെങ്കിലും നമ്മുടെ പിന്നിലുണ്ടോ എന്നൊരു കണ്ണു വേണം. വാഹനത്തിൽ ഒന്ന് കയറിക്കൂടാൻ വേണ്ടി AKG സെന്ററിന്റെ മുമ്പിൽ പോയി ക്യൂ നിന്നിരുന്ന പിണറായിയുടെ പഴയ കാലം അദ്ദേഹം മറന്നുപോയി. ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. അങ്ങനെ അതിവിശ്വസ്തനായി കൂടെ കൂട്ടി VS-ന്റെ ജനപിന്തുണയിൽ പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം VS-നെ വെട്ടിമുറിക്കാവുന്നിടത്തോളം ഇല്ലാതാക്കി മൂലക്കിരുത്തിയ നേതാവാണ്. ഇടങ്കോലിടാനും ഏഷണി കൂട്ടാനും ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അന്ന് ആ ക്യാപിറ്റൽ പനിഷ്മെന്റ് ആഹ്വാനം ചെയ്തത് M. സ്വരാജ് ആണെന്നായിരുന്നല്ലോ. സ്വരാജ് അത് നിഷേധിക്കുകയും പലപ്പോഴും നിയമപരമായ പോരാട്ടത്തിലേക്ക് കടക്കുമെന്ന് വരെ പറഞ്ഞു. കാരണം തെളിവില്ല, പാർട്ടിയുടെ ഇരുമ്പുമറയ്ക്കുള്ളിൽ നടന്നു. എനിക്ക് നല്ല പുളിച്ച തെറി പറയാറിയാഞ്ഞിട്ടൊന്നുമല്ല, വേണ്ടെന്ന് വെച്ചിട്ടാ. എന്റെ സംസ്കാരം യോജിച്ചതല്ല. VS ആണെങ്കിൽ പോലും ക്യാപിറ്റൽ പനിഷ്മെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അതാരാണ് എന്ന് പറഞ്ഞിരുന്നില്ല. പക്ഷെ അന്ന് ആ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടായിരുന്ന പിരപ്പൻകോട് മുരളി തന്നെ അത് തുറന്നു പറയുമ്പോൾ ആ ക്യാപിറ്റൽ പനിഷ്മെന്റ് ഒരു കെട്ടുകഥയല്ല എന്ന് തെളിയിക്കുകയല്ലേ. ആരാരിക്കുളത്തെ ആ തോൽവി VS ജീവിതാവസാനം വരെ മറന്നിട്ടില്ല. 5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും. 6 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും കുത്തി താഴെ വീഴും.